വയനാട്ടിൽ നിന്നുള്ള വിവരങ്ങളുമായി അനൂപ് ചേരുന്നുണ്ട്. അനൂപ്, അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചൂരൽമല ദുരന്ത മേഖലയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ഇപ്പോൾ ജെൻസൺ, ഭാവി വരൻ ജെൻസനെ അടക്കം നഷ്ടപ്പെട്ട വയനാട് ദുരന്തത്തിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ശ്രുതി അവിടെ വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ മുതൽ തന്നെ നമ്മൾ കണ്ടതാണ് ചില സങ്കട കാഴ്ചകൾ. പോളിംഗ് ബൂത്തിലേക്ക് വീണ്ടും അവരെത്തിച്ചേരുന്ന കാഴ്ചകൾ, ചിതറിയ ഓർമ്മകൾ, അതുമായി അവർ അവിടേക്ക് എത്തുകയാണ്. ദുരന്തത്തിന് നടുക്കുന്ന ഓർമ്മകളുമായി അവിടേക്ക് എത്തിച്ചേർന്ന പലരെയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും സർക്കാർ അവർക്കൊപ്പമാണ്. രാവിലെ വോട്ട് ചെയ്യാനെത്തിയവർക്ക് പ്രത്യേക സൗജന്യ ബസ് സർവീസ് അടക്കം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അനൂപ്, അവിടെ എങ്ങനെയാണ് ഇപ്പോൾ ഈ ദുരന്ത മേഖലയിലുള്ള ആളുകളുടെ ഒരു പ്രതികരണം? എല്ലാവരും വളരെ ആവേശത്തോടു കൂടി തന്നെ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. അവർക്കൊപ്പം നിന്നൊരു സർക്കാരിനെ അവർ ഓർക്കുന്നുണ്ട്, ഒപ്പം തന്നെ ഒപ്പം നിൽക്കാത്തവരെയും ഓർക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് അവിടെ നിന്നും, ചൂരൽമലയിൽ നിന്നും, ആ ദുരന്ത ബാധിത മേഖലയിൽ നിന്നുള്ള പോളിംഗിനെ പറ്റി പറയാനുള്ളത്? ഈ ചൂരൽമലയിൽ പ്രത്യേകം സജ്ജീകരിച്ച ഈ പോളിംഗ് ബൂത്ത് വൈകാരികമായ ചില കൂടിച്ചേരലുകൾക്ക് കൂടി ഇടമൊരുക്കി എന്നുള്ളതാണ്. ഏറെ വൈകാരികപരമായിരുന്നു അത്. നേരത്തെ പല ആളുകളും ഇവിടെ വരി നിന്ന് അല്ലെങ്കിൽ ക്യൂവിൽ നിന്ന് പോളിംഗ് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി വോട്ട് രേഖപ്പെടുത്താൻ എത്തിയപ്പോൾ ക്യൂവിൽ നിന്ന് കരയുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നാം കണ്ടതാണ്. അത്രയ്ക്ക് വൈകാരികപരമായിരുന്നു. പല ആളുകളും ഇവിടുന്ന് ഏതാണ്ട് 20ഓളം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് മാറി താമസിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലേക്കാണ് അവർ ഈ താൽക്കാലിക പുനരധിവാസത്തിൻ്റെ ഭാഗമായി പോയത്. അവർക്കെല്ലാം ഇവിടേക്ക് തിരിച്ചെത്തുമ്പോൾ ഇവിടേക്ക് അവർക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വാഹന സൗകര്യം, വോട്ട് വണ്ടി എന്ന പേരിൽ KSRTCയുമായി സഹകരിച്ച് ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിരുന്നു. ആ ബസ് സർവീസ് ഇപ്പോൾ 3 സർവീസുകൾ നടത്തി. ഉച്ചയ്ക്ക് ശേഷവും സർവീസ് നടത്തി. ഈ ദുരന്തത്തിൽ വലിയ അപകടമെല്ലാം നേരിട്ട, ആ വിധത്തിൽ പരിക്കേറ്റ ആളുകളൊക്കെ അതെല്ലാം മറികടന്ന് അല്ലെങ്കിൽ അതെല്ലാം അവഗണിച്ചുകൊണ്ട് ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നാം രാവിലെ മുതൽ തന്നെ കാണുന്നതാണ്. 3 ബൂത്തുകളാണ്, അതായത് 10, 11, 12 ചൂരൽമല, മുണ്ടക്കൈ, അട്ടമല, ഈ 3 ബൂത്തുകൾ ഈ വാർഡുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ 3 ബൂത്തുകൾ പ്രത്യേകമായി സജ്ജീകരിച്ചത്. അതിൽ 10, 12 വാർഡുകൾക്ക് വേണ്ടി ചൂരൽമലയിലും 11ാം വാർഡിന് വേണ്ടി മേപ്പാടി സ്കൂളിലുമാണ് ഈ വിധത്തിൽ പ്രത്യേക ബൂത്തുകൾ സജ്ജീകരിച്ചത്. ഇവിടങ്ങളിലെല്ലാം രാവിലെ മുതൽ തന്നെ ആളുകൾ ഈ വിധത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഈ വോട്ട് വണ്ടികൾ എത്തിത്തുടങ്ങിയതോടുകൂടി പോളിംഗ് വലിയ തോതിൽ ഉയരുകയും ചെയ്തു. ഏതാണ്ട് എല്ലാ ബൂത്തുകളിലും 1200-ൽ പരം വോട്ടർമാരുണ്ട്. അതിൽ പലരും ഇന്ന് ഇല്ല എന്നുള്ളത് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അവരെല്ലാം ഇവിടേക്ക് എത്തുമ്പോൾ അവർക്കൊപ്പം മുൻപ് തെരഞ്ഞെടുപ്പ് വേളകളിലെല്ലാം ഒപ്പമുണ്ടായിരുന്ന, അവരുടെ പ്രചരണ പരിപാടികളിലെല്ലാം ഒപ്പമുണ്ടായിരുന്ന പലരും ഇപ്പോൾ അവർക്കൊപ്പമില്ല എന്നുള്ളതാണ്. ഈ മുണ്ടക്കൈ വാർഡിലെ പോളിംഗ് ബൂത്ത് പ്രത്യേകമായി സജ്ജീകരിച്ച പോളിംഗ് ബൂത്തിൽ ആ സമയത്ത്, അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ബൂത്ത് ഏജന്റുമാരിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ഏജന്റുമാരൊന്നും തന്നെ ഇന്ന് ആ ബൂത്തിലോ രാഷ്ട്രീയ പ്രചരണങ്ങളിലോ അല്ലെങ്കിൽ ഈ ഘട്ടങ്ങളിലോ ഒന്നും ഇല്ല എന്നുള്ളത് ഒപ്പമുള്ളവരെ വളരെ വേദനിപ്പിക്കുന്നതാണ്. അവർക്കൊപ്പം പ്രവർത്തിച്ചവരെല്ലാം ആ കാര്യങ്ങൾ നേരത്തെ പങ്കുവെക്കുകയും ചെയ്തു. ഏതായാലും അത്തരത്തിലൊരു സങ്കടകരമായ ഒരു സാഹചര്യത്തിലാണ് മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും അതുപോലെ ഈ വട്ടമലയിലെയുമെല്ലാം വോട്ടർമാർ ഈ ബൂത്തുകളിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ദുരന്തത്തിൽ ഏറ്റവും വലിയ രീതിയിൽ ദുഃഖം അല്ലെങ്കിൽ കഠിനമായൊരു ദുഃഖകാലം കടന്നുപോയ ശ്രുതി, അവരുടെ പ്രതിസുത വരൻ പിന്നീട് വാഹനാപകടത്തിൽ മരണപ്പെട്ടിരുന്നു. അവരുടെ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. ശ്രുതി അല്പസമയത്തിനകം പ്രത്യേകം അവർക്കായി തയ്യാറാക്കിയ ആംബുലൻസിൽ ഇവിടേക്ക് എത്തുന്നുണ്ട്. അവരുടെ 2 കാലുകൾക്കും ഈ അപകടത്തിൽ പരിക്കേറ്റിരുന്നു, ഗുരുതരമായ പരിക്കേറ്റിരുന്നു. വിവിധ ശസ്ത്രക്രിയകൾക്ക് ശേഷമാണ് അവരുടെ ആരോഗ്യനില അല്പം ഭേദമായത്. ഏതായാലും അവർ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും എന്നാണ് ശ്രുതി നേരത്തെ നമ്മളോട് പറഞ്ഞത്. അല്പസമയത്തിനുള്ളിൽ അവർ വോട്ട് രേഖപ്പെടുത്താനായി ഇവിടേക്ക് എത്തും. ഏതായാലും ഇപ്പോൾ പോളിംഗ് ബൂത്തിൽ, ഇവിടെ പ്രത്യേകം സജ്ജീകരിച്ച പോളിംഗ് ബൂത്തിൽ തെരഞ്ഞെടുപ്പ് അല്പം ക്യൂ അല്പം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പരമാവധി ആളുകൾ ഇവിടെ നിന്ന്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് സ്വാഭാവികമായി ഇവിടെ പോളിംഗ് ശതമാനം ആ വിധത്തിൽ തന്നെ നേരത്തെ
നേരത്തെ ഉള്ളതുപോലെ തന്നെ പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വൈകുന്നേരത്തോടു കൂടി മുഴുവൻ പേരും വോട്ട് ചെയ്യാൻ എത്തും എന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഈ 2 ബൂത്തുകളിൽ ഉൾപ്പെടെ ഏതാണ്ട് 121 പേർ മരണപ്പെട്ടിട്ടുണ്ട് ഈ ദുരന്തത്തിൽ. അതുകൊണ്ട് അവരുടെ വോട്ടർ പട്ടികയിൽ മറ്റും അവരുടെ പേരുകൾക്ക് നേരെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് അവർ നീക്കം ചെയ്തിട്ടില്ല. പലരും ഈ കാണാതായവരൊക്കെ ഈ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അവർക്ക് നേരെ ഈ പ്രത്യേക തരത്തിൽ അടയാളങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ വലിയ വേദനിപ്പിക്കുന്ന കാര്യമാണ്. ഏതായാലും ശരി അനൂപ്, ഏതായാലും വയനാട്ടിലെ ദുരന്തം കണ്ട വയനാട് ചൂരൽമല ദുരന്തബാധിതർക്കായി പ്രത്യേക പോളിംഗ് ബൂത്തുകൾ അടക്കം സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടേക്ക് സൗജന്യ ബസ് സർവീസ്. അവിടെ പക്ഷേ പലരും ആ പോളിംഗ് വോട്ടർ പട്ടികയിലുള്ള പലരും ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയവരാണ്. ശ്രുതിയുടെ ബന്ധുക്കളടക്കം, ശ്രുതിയുടെ പ്രതിശ്രുത വരനടക്കം. ശ്രുതി അല്പസമയത്തിനൊക്കെ അവിടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തുമെന്നാണ് അനൂപ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും വലിയൊരു ദുരന്തമുഖത്ത് നിന്ന് അവർ വീണ്ടും പോളിംഗ് ബൂത്തുകളിലടക്കം വീണ്ടും അവരൊത്തുചേരുന്ന കാഴ്ചകൾ നേരത്തെ നമ്മൾ കണ്ടതാണ്. ഏതായാലും അവരും വലിയ തരത്തിൽ രാഷ്ട്രീയ വോട്ടിങ്ങിന് തന്നെയാണ് അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു ദുരന്തമുഖത്ത് പകച്ചു നിന്നപ്പോൾ അവർക്കൊപ്പം അവരെ കൈപിടിച്ച് നിർത്തിയ ഒരു നാട്, ഒരു സർക്കാർ എല്ലാം അവർ ഓർക്കുന്നുണ്ടാകണം. ഏതായാലും വയനാട്ടിലെ ദുരന്തമുഖത്ത് ചൂരൽമലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് അനൂപ് നൽകിയത്.